ശ്രീ ആരിഫ് ഹുസൈൻ, എന്തായാലും ഈ ഒരു പുതിയ അടവു നയം ഇത് തങ്ങൾക്ക് ഇതിലൂടെ ഈ അടവു നയത്തിലൂടെ സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണയിൽ ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വാധീനം ഈ ഒരു അടവു നയത്തിലൂടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? അവരുടെ വലയിൽ വീഴുക, സാധാരണ വീഴാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വോക്കുകളാണ്. ഞാൻ അവരെ ആ രീതിയിൽ വിളിക്കാറുള്ളൂ. മുസ്ലിങ്ങൾ ഏതായാലും ആ വലയിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ തീവ്രവാദ സംഘത്തിന്റെ തീവ്രവാദ സ്വഭാവത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച തേജസോ അതല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള പത്രങ്ങൾ പലരും പറയുന്നു മൗദൂദി ഇല്ലാത്ത ജമാഅത്തോ എന്ന് ചോദിച്ചുകൊണ്ട് തലക്കെട്ട് വരുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഈ തരം ആശയങ്ങളോട്, അതായത് അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ എന്ന് തിരിച്ചറിവുള്ള അത്തരം സംഘടനകൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഈ ഒരു വിമർശനത്തെ ഒന്ന് കൊഴുപ്പിക്കുന്നതിന് പകരം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക ആരാണ്? അത് ഇവിടുത്തെ വോക്കുകളാണ്. ആ വോക്കുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരായിരിക്കും? അത് ഇവിടുത്തെ ഇടതുപക്ഷം. പിന്നെ ഹിന്ദു സമുദായത്തിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിനകത്ത്. ഒരു പറ്റം ദളിത് ആക്ടിവിസ്റ്റുകൾ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ പോലും ഈ തരത്തിൽ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പേരെടുത്ത് നമ്മൾ പറയാറുള്ള ചില, ഇപ്പോൾ TS ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ, കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ, ഇവരെല്ലാം ഈ പാളയത്തിലാണ്. ഈ പാളയത്തിൽ നിന്നുകൊണ്ട് ഈ സുഡാപ്പികൾക്ക് അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്ക് വീട് വേല ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആ തരത്തിലുള്ള മാമാപ്പണി ചെയ്യുന്ന പരിപാടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും വെള്ളപൂശാൻ വേണ്ടിയിട്ട് അവരൊരു ഉപജാപ സംഘത്തെ കൂടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ആകൃഷ്ടരാവുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് കൂടുതൽ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് ഈ വോക്കുകളിലൂടെയാണ്, കപട പുരോഗമനം പറയുന്ന ആളുകളിലൂടെയാണ്. അവരെയാണ് നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചേർത്ത് വെച്ച് പറയാതിരിക്കുക എന്നുള്ളത് ചെയ്താൽ തന്നെ ഈ തരത്തിലുള്ള കപട പുരോഗമനവാദികൾ ഇതിലുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് തിരിച്ചറിയാനും ഈ തരത്തിൽ ഭീകരവാദത്തെ ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി ശ്രമിക്കുന്ന, ഇതുപോലെ തക്കിയയിലൂടെ ചെറിയ അടവ് നയത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ തനിനിറം അത് പൊളിച്ചു കാണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പോംവഴിയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.